നമ്മൾ അച്ഛൻ വരുന്നത് കണ്ണൂരിൽ നിന്നാന്ന് പറഞ്ഞു. കോഴിക്കോട്ടേക്കാണ് ഇന്ന് പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. ഈ പരാതികളിലേറെയും ആറുവരിപ്പാത മുറിച്ചു കടക്കാനുള്ള അടിപ്പാതകളുമായി ബന്ധപ്പെട്ടാണ്. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ തുഷാരഗിരിയും കപ്പാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനപാത 68 വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാത മുറിച്ചു കടക്കണമെങ്കിൽ 4 കിലോമീറ്ററോളം വട്ടം ചുറ്റണം. അതാണ് അവിടുത്തെ പ്രശ്നം. കാണാം. വാസ്കോഡ് ഗാമ കപ്പലിറങ്ങിയ കാപ്പാട് ബീച്ചും വെള്ളച്ചാട്ടങ്ങളുടെ പറുദീസയായ തുഷാരഗിരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനപാത ദേശീയപാത മുറിച്ചു കടക്കുന്നത് ഞാൻ നിൽക്കുന്ന തിരുവങ്ങൂരിലാണ്. അതിനുവേണ്ടി ദേശീയപാതയിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ കാപ്പാട് പോയി മടങ്ങി വരുന്ന വിനോദസഞ്ചാരികൾക്കും പടിഞ്ഞാറ് ഭാഗത്തുള്ള നാട്ടുകാർക്കും കോഴിക്കോട് ഭാഗത്തേക്കോ അല്ലെങ്കിൽ തുഷാരഗിരി ഭാഗത്തേക്കോ പോകണമെങ്കിൽ ഈ ദേശീയപാത ഒരു 4 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങേണ്ടി വരും. കാപ്പാട് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കോഴിക്കോട് വഴി പോകേണ്ട ആൾക്കാർക്ക് പൂക്കാട് വഴി ചുറ്റിയാണ് പോകേണ്ടത്. അതൊരു കഷ്ടപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് വട്ടം കറങ്ങേണ്ടി വരും. കുറച്ച് വട്ടം കറങ്ങേണ്ടി വരും. കാപ്പാട് ബീച്ചിൽ നിന്ന് വാഹനങ്ങൾ വരുന്ന സംസ്ഥാന പാതയാണിത്. ഇതുവഴി വരുന്ന വാഹനങ്ങൾക്ക് എൻ്റെ ഇടതുവശത്തൂടെ കടന്നു പോകുന്ന ദേശീയപാത മുറിച്ച് കടക്കാൻ കഴിയില്ല. അവിടെ നിർമ്മാണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വടകര ഭാഗത്തേക്ക് ഏകദേശം 2 കിലോമീറ്റർ പോയി അവിടെയുള്ള പൂക്കാടുള്ള അണ്ടർപാസ് വഴി റോഡ് മുറിച്ച് കടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ വീണ്ടും ഇവിടെ വന്ന് നേരെ അത്തോളി തുഷാരഗിരി ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം എൻ്റെ പുറകിൽ കാണുന്ന ആ ദേശീയപാതയുടെ മേൽപ്പാലത്തിൻ്റെ തൂണുകൾ ഇവിടം വരെ ഏകദേശം ഒരു 200 മീറ്റർ വരെ നീട്ടിക്കഴിഞ്ഞാൽ സുഖമായി കാപ്പാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അത്തോളി തുഷാരഗിരി ഭാഗത്തേക്ക് കടന്നു പോകാനും സാധിക്കും. തിരുവങ്ങൂർ അണ്ടർപാസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ കരുതിയത് ഈ അണ്ടർപാസ് വഴി അത്തോളി ഭാഗത്തേക്കും കാപ്പാട് ഭാഗത്തേക്കും സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ പണി നടക്കുമ്പോൾ അവിടെ വെച്ച് നിർത്തിയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ തന്നെ നാട്ടുകാരിവിടെ കമ്മിറ്റി ഉണ്ടാക്കി ബന്ധപ്പെട്ട എല്ലാവരെയും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തെയും മന്ത്രി എല്ലാവരെയും കണ്ട് ഈ കാര്യം സൂചിപ്പിച്ചാണ്. ഒരു 2 സ്പാൻ ഇങ്ങോട്ട് വടക്ക് ഭാഗത്തേക്ക് നീക്കിയിരുന്നെങ്കിൽ കൊയിലാണ്ടി ഭാഗത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല. നമുക്ക് അത്തോളി ഭാഗത്തുനിന്നും കാപ്പാട് ഭാഗത്തും സുഖമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തണം. നിങ്ങൾ കണ്ടറിയാം. ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തണം എത്ര മണ്ണ് വേണം? ആ തുക മതി നമുക്ക് 2 സ്പാൻ ഇങ്ങോട്ട് വെക്കാൻ. കടപ്പുറത്തു നിന്നുള്ള ആൾക്കാർ രോഗികൾ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഓരോ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. തിരുവങ്ങൂർ സ്കൂളുണ്ട്, 5000-ൽ പരം സ്കൂളുകൾ അവിടെ പഠിക്കുന്നുണ്ട് കുട്ടികൾ. പക്ഷെ അവരെയും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. തെക്കേ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് കാപ്പാടേക്ക് പോയാൽ ഒരു തിരിച്ചു പോകണമെങ്കിൽ നേരെ പൂക്കാട് പോകണം. 4 കിലോമീറ്റർ ചുറ്റി വേണം. ഞങ്ങൾക്ക് കിട്ടിയ 30 രൂപയാണ്. ആ 30 രൂപയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ 4 കിലോമീറ്റർ ചുറ്റി വരാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? ഗ്രാമീണ ബാങ്ക് അത് അത്ര പ്രായമുള്ള ആൾക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് കാപ്പാട് നിന്ന് ക്ഷേമ പെൻഷൻ വാങ്ങാൻ വേണ്ടി കാപ്പാട് ഗ്രാമീണ ബാങ്കിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ പൂക്കാട് ചുറ്റി വരണം. ഈ ബസ് കണ്ടോ, ബസ് നിൽക്കുന്നത് ഈ കാപ്പാട് നിന്ന് വരുന്ന ബസ്സായത്. കുറേ കടപ്പുറത്ത് കൂടി വരുന്ന ബസ്സാണ്. കടപ്പുറത്തുള്ള തീരദേശ ആൾക്കാരെയും കൊണ്ട് വരുന്ന ബസ് പോകാൻ സാധിക്കുന്നില്ല. കാരണം ആ പോസ്റ്റ് ഇങ്ങനെ കുടുക്കിയിട്ടിരിക്കുക. ആ ബസ് നേരെ 2 കിലോമീറ്റർ കൂടുതൽ ദൂരം ഓടണം. നിങ്ങളെ വെളിച്ചത്ത് കാണുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ആ പോസ്റ്റും പ്രശ്നമാണ്. പോസ്റ്റ് ഇടുന്ന കുഴിച്ചിടുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പോസ്റ്റ് കുറച്ചുകൂടി ബാക്ക് ആക്കിയിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അധികൃതർ ഒരിക്കലും കാണുന്നില്ല. ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം വാഹനങ്ങൾ പോകുന്ന പോസ്റ്റ് എടുത്ത് മാറ്റുന്നാരും പറഞ്ഞായിരുന്നു. അപ്പോൾ MLA എല്ലാവരും പറഞ്ഞാ MLA എന്താ പറഞ്ഞു? 2 ദിവസം കൊണ്ട് പോസ്റ്റ് മാറ്റുന്നു. പോസ്റ്റ് മാറിയിട്ടില്ല. സംസ്ഥാന പാതയുടെ വഴിമുടക്കിയാണ് തിരുവങ്ങൂരിൽ ദേശീയപാത നിർമ്മിക്കുന്നത്. ദേശീയപാത വികസനം നടപ്പാക്കുമ്പോൾ ആ പാത കടന്നു പോകുന്ന പ്രദേശത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കാക്കി അലൈൻമെൻറ്റ് തയ്യാറാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ.